ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തക്കാളി നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ പുറത്ത് തന്നെ കുറച്ച് ദിവസം നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ്. ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ തക്കാളി അതുപോലത്തെ എല്ലാ ഐറ്റംസും ഒത്തിരി അങ്ങ് വാങ്ങി വെക്കാറായിരിക്കും. കാരണം എപ്പോഴും നമുക്ക് പോയി വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒത്തിരി അങ്ങ് പഴുത്തത് വാങ്ങാതെ ഒരു ഇതുപോലെയുള്ളത് വാങ്ങാം. ഒത്തിരി പഴുത്തത് വാങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഈർപ്പം വന്നിട്ട് കേടാവും. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് അതങ്ങ് ശ്രദ്ധിച്ചാൽ ഒത്തിരി നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചെറുത് നോക്കിയിട്ടൊക്കെ വാങ്ങുക. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ ചെറുത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വലുത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഞെട്ടി ആദ്യം അങ്ങ് കളഞ്ഞെടുക്കണം. കാരണം എന്താ വെച്ചാൽ ഈ ഞെട്ടി കളഞ്ഞില്ലെങ്കിൽ ഈ ഞെട്ടി നിന്നാണ് ഈർപ്പം വന്നിട്ട് പെട്ടെന്ന് തന്നെ ചീത്തയാവുന്നത് കേട്ടോ. ഇത് കണ്ടല്ലോ, ഈ ഞെട്ടിയുടെ ഈ ഒരു ഭാഗത്തായിട്ടൊരു പൂപ്പൽ പോലെ വരികയാണ് ചെയ്യുക. എന്നിട്ട് അത് തക്കാളിയിലേക്ക് വന്നിട്ട് അതങ്ങ് തക്കാളി ചീത്തയാവും, ഒരുമാതിരി മണമൊക്കെ ആയിട്ട് അങ്ങ് കേട് വരാറാണ്. അപ്പോൾ ഈ ഞെട്ടി നമ്മൾ മാറ്റുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞെട്ടിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് തുടച്ചെടുക്കുക. ഒട്ടും നനവില്ലാത്ത രീതിയിൽ തുടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം അതിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനൊക്കെ നന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുകിയതിന് ശേഷം ഇതുപോലെ തുടക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പേടിയില്ലാതെ എടുക്കാനൊക്കെ നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു ഞെട്ടിയുടെ ഭാഗത്തായിട്ടാണ് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓട്ടയുള്ള കൊട്ടയിൽ എടുത്തേക്കാം. നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് 2 ആഴ്ചയൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഈ ഞെട്ടിയുടെ ഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ഓയിലായാലും പ്രശ്നമല്ല, സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് ഓയിലാണുള്ളത് വെച്ചാൽ അത് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഞെട്ടിയുടെ ഭാഗത്ത് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മളിതിങ്ങനെ കമഴ്ത്തി വെക്കുക. നേരെ മുകളിലാക്കിയിട്ട് വെക്കാതെ ആ ഞെട്ടിയുള്ള ഭാഗം താഴോട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലല്ല പുറത്ത് തന്നെ ഒരാഴ്ച വരെ ഇത് കേട് വരാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇനിയിപ്പോൾ കുറേ ദിവസത്തേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിന്നെ പച്ച നമ്മൾ ഏറ്റവും പഴുത്തത് നോക്കിയിട്ട് മുകളിലാക്കിയിട്ട് വെക്കുക, പച്ച നമ്മൾ അടിയിലാക്കിയിട്ട് വെക്കുക. പിന്നെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും നമ്മൾ ടിഷ്യൂവിൽ പൊതിയോ അതല്ലെങ്കിൽ കവറിലിട്ടിട്ട് സെറ്റാക്കി വെക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഇതുപോലെ തന്നെ വെച്ചാൽ മതി. കാരണം നമ്മൾ ഓയിലാക്കിയത് കൊണ്ട് തന്നെ ഓയിൽ അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈർപ്പം വല്ലാതെ തക്കാളിയിലേക്ക് വരില്ല. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കണോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് പറ്റുന്നവരൊക്കെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.